ദ വേൾഡ് ഓഫ് ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹൈഫൈ സ്പീക്കർ സിസ്റ്റത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു 2-വേ സ്പീക്കറാണ്. സോണിയുടെ ഡെക്ക് സെറ്റിൻ്റെ കൂടെ വരുന്ന ഒരു സ്പീക്കറാണ്. ഇതിനെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ സർവീസ് സെൻറ്ററിലെ വേസ്റ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ആക്രിക്കടയിൽ ഞാൻ കുറച്ച് കൊണ്ടുപോയായിരുന്നു. കൊണ്ടുപോയ വഴിക്ക് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു സ്പീക്കറാണിത്. ഇതിനെക്കുറിച്ച് കിട്ടിയ ഒരു അവസ്ഥ ഞാൻ പറയാം. വളരെ ഒരു ദയനീയാവസ്ഥയിലാണ് ഈ സ്പീക്കർ എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം അവിടുത്തെ റൂമിലേക്ക് കയറാൻ വേണ്ടി ചവിട്ടുപടിയായിട്ട്, നമ്മൾ സാധാരണ ചവിട്ടുപടികൾക്ക് സ്റ്റെപ്പിന് പകരം ഹോളോ ബ്രിക്സ് ഒക്കെ വെക്കത്തില്ലേ നോർമലായിട്ടുള്ള വീടുകളിലൊക്കെ, എന്നുവെച്ചാൽ ചെറിയ ഷെഡ് വീട്ടിലൊക്കെ, അതുപോലെ ചവിട്ടുപടിക്ക് വേണ്ടി ഈ സ്പീക്കർ നിലത്തിട്ട് അതിനകത്ത് ചവിട്ടി കയറിയായിരുന്നു അവർ പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ഇതിനെക്കുറിച്ച് അറിയത്തില്ല, ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉള്ള വരുമ്പോഴാണ്, എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാതൊക്കെ വരുമ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ വെറും ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പഴമക്കാർ പറയത്തില്ലേ, അറിയാവുന്നവൻ്റെ കയ്യിൽ ദൈവം അടി കൊടുക്കത്തില്ലെന്ന്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ ഉപയോഗിച്ച് പോയത്. ഇനി നമുക്ക് തെറ്റ് പറയാനാകില്ല. എനിക്ക് വളരെ ഒരു ഇഷ്ടം തോന്നി, എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് അറിയാമല്ലേ. ഞാനതിന് പൊന്നെ പോലെ അവർ പറയുന്ന പൈസയും കൊടുത്ത് ഞാനിത് വാങ്ങിച്ചു. കാരണം അവർക്ക് പൈസയും കിട്ടി, എനിക്ക് നല്ലൊരു സ്പീക്കറും കിട്ടി. കാരണം ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് എടുത്തത്. കാരണം എൻ്റെ വണ്ടിയിൽ മൾട്ടിമീറ്റർ ഉണ്ടായിരുന്നു, സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് അവിടെ വെച്ച് തന്നെ അഴിച്ചു നോക്കി. കാരണം ഈ എലി, പാറ്റ ഇങ്ങനെയുള്ള ജീവികൾ കയറി സ്പീക്കർ കരണ്ടി എന്ന് വെച്ചാൽ നശിപ്പിക്കുന്ന ഒരിതുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് ഞാനിത് എടുത്തത്. കാരണം ലക്കിന് കിട്ടിയ ആ ഒരു രീതിയിലാണ്. എനിക്കിത് ഇപ്പോൾ കിട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞ്. ഇങ്ങനത്തെ 2 സ്പീക്കർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ്. കാരണം ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പെർഫോമൻസും നമ്മളിപ്പോൾ മേടിക്കുന്ന കടകളിൽ നിന്ന് ബോക്സസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്പീക്കർ വാങ്ങിച്ച് വെച്ച് ഉപയോഗിക്കുന്നത് പോലൊന്നും അല്ല. കാരണം ഇതിൻ്റെ പവറും ഔട്ട്പുട്ട് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല മികവ് തന്നെ ആയിരിക്കും. സ്പീക്കറിന് മാച്ചാവുന്നുള്ള ആംപ്ലിഫയർ ഉപയോഗിക്കുക. ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ഓംസും ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നല്ല സൗണ്ട് പെർഫോമൻസിൽ നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. 2-വേ സ്പീക്കർ ആയതുകൊണ്ട് ഇതുപോലത്തെ സെയിം ഒരു സ്പീക്കർ നമുക്ക് കിട്ടിയാൽ നമുക്ക് സ്റ്റീരിയോ ആയിട്ട് ഇത് ഉപയോഗിക്കാം. നല്ല ബേസും ട്രെബിളും ജാസും നല്ല അങ്ങനെയുള്ള വോളിയൂംസൊക്കെ നല്ല അതിൻ്റേതായ രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കാരണം ഇത് ജപ്പനീസ് പ്രൊഡക്റ്റാണ്, ടോക്കിയോയുടെ ജപ്പാൻ പ്രൊഡക്റ്റാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 100 വാട്ട്സാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. നമുക്ക് നല്ലൊരു കാർ സ്റ്റീരിയോ എന്ന് വെച്ചാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സോണി, പൈനിയർ, JVC, കെൻവുഡ് അല്ലെങ്കിൽ ഏതായാലും അങ്ങനെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല കാർ സ്റ്റീരിയോ ഒക്കെ ഉണ്ടെങ്കിൽ 2 സ്പീക്കർ മതി. 2 ചാനൽ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നമുക്ക് സ്റ്റീരിയോ ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ബേസും ട്രബിളും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. രണ്ട് ബാക്ക് വശത്തെ കോലം കണ്ടിട്ട് നിങ്ങൾ ആ രീതിയിൽ ഇതിനെ കാണണ്ട. എന്ന് വെച്ചാൽ ഈ വുഡാണ്, തടിയുടെ ആയതുകൊണ്ട് കാലപ്പഴക്കം കൊണ്ട് ഇതിനകത്തുനിന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെ ആവാറുണ്ട്. പക്ഷേ ആൾ പുലിയാട്ടാ, വേറെയുള്ള നോയ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപശബ്ദങ്ങളൊന്നും ഇല്ല. നല്ല ഒരു സ്പീക്കറാണ്. ഇത് സോണിയുടെ SSL 90VH എന്ന് പറഞ്ഞൊരു മോഡലാണ്. എന്നുവെച്ചാൽ ഈ സ്പീക്കർ ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയുമ്പോൾ 8 ohms ആണ് ഇതിന് വരുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 100 വാട്ട്സ്. ഇത് മലേഷ്യയിൽ നിർമ്മിച്ചൊരു പ്രൊഡക്റ്റാണ്. സെറ്റിൻ്റെ സ്പീക്കർ ഒന്ന് കാണിക്കാം. ഇതിനകത്ത് മൊത്തം 5 സ്പീക്കറാണ് വരുന്നത്. മൊത്തം 5 സ്പീക്കറാണ് വരുന്നത്. ഒരു മെയിൻ സ്പീക്കറും പിന്നെ ട്രെബിളിനുള്ള ടൂട്ടറും പിന്നെ ബാക്കി സ്പീക്കറുകളാണ് ഇതിന് വരുന്നത്. കാരണം നല്ല കാലപ്പഴക്കമുണ്ടേ, അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ടൂട്ടറിന് വരുന്നുണ്ട്. പക്ഷേ എല്ലാം വർക്കിംഗ് ആണ്. മെയിൻ സ്പീക്കർ പക്ക ഓക്കെ, അതിന് വേറെയുള്ള പ്രശ്നങ്ങളോ നോയ്സോ അല്ലെങ്കിൽ ചിലമ്പലോ അങ്ങനെയുള്ള ഒന്നുമില്ല. അത് കറക്റ്റ് സൗണ്ടാണ്. ഇതിനും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ബേസ് കിട്ടാൻ തന്നെ ഇത് ചെയ്തേക്കുന്ന ഡിസൈൻ കണ്ടോ,
വുഡ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ മറ്റേ പ്ലാസ്റ്റിക്കിനകത്ത് ഇത് വരുന്നത് എയർ ഹോൾ പോലെ പുറമേ കുറച്ച് സ്പേസ് തെള്ളി വരുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ സ്പീക്കർ അതിൽ വെക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഇത് അകലവും കൂടെ ഇതിൽ കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു മുഴക്കവും കൂടെ ഇതിന് അനുഭവപ്പെടുന്നുണ്ട്. നല്ലൊരു ഡിസൈനിങ് ആണ്. കൂടാതെ എയർ ഹോൾ ഇവിടെയാണ് വരുന്നത്. ഇതുവഴി എയർ ഹോൾ വരും. പിന്നെ സ്പീക്കറിൻ്റെ ഇതുവഴി എയർ ഹോളിനകത്തുള്ള ബേസും സൗണ്ടൊക്കെ പുറത്ത് വരും. അങ്ങനെയുള്ളതെന്ന് പറയുമ്പം ഇങ്ങനെയുള്ള സ്പീക്കറിലൊന്നും കിട്ടിയാൽ മിസ് ചെയ്യല്ലേ. കാരണം ഇതിനകത്തു നിന്നൊക്കെ വരുന്ന സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ ആയിരിക്കത്തില്ല. നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് പഴയ ഹൈഫൈ സ്പീക്കർ സിസ്റ്റത്തിൽ നിന്നും വരുന്നത്. നല്ല ആംപ്ലിഫയറൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സൗണ്ട് സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കാം. എടുത്ത് വെച്ചാലും നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. കാരണം പുറമേ നമ്മൾ വാങ്ങിക്കുന്ന ലോക്കലായിട്ടുള്ള കിട്ടുന്ന സ്പീക്കർ പോലല്ല ഇതിനകത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ട്. ഒക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ബേസൊന്നും കാണത്തില്ലെന്ന്. അങ്ങനെയൊന്നും അല്ല. നല്ല ബേസുണ്ട് ഇതിന്. നല്ല ബേസും നല്ല ട്രബിളും ഉണ്ട്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റൂമിൽ നല്ല തകർപ്പൻ പൊള്ളിയായിട്ട് നമുക്ക് പാട്ട് ഇടാതി നല്ല സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇംപ്രസ് മാച്ചിങ് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊടുക്കണമെന്നേ ഉള്ളൂ. നമുക്ക് സ്പീക്കറിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. നല്ല ക്ലാസിക്കൽ പാട്ടുകളും മെലഡി റൊമാൻറ്റിക് ഒക്കെ കേൾക്കാൻ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു കാർ സ്റ്റീരിയോയിൽ പാട്ടിട്ട് കേൾപ്പിക്കാമേ. കാസറ്റിന് നല്ല പാട്ടുകളിട്ട് കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷേ കഴിയില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നോൺ കോപ്പിറൈറ്റ് സോങ്സ് ഇട്ടാണ്, ഇംഗ്ലീഷ് സോങ്സ് ഇട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അതേ നിവൃത്തിയുള്ളൂ. നല്ലൊരു സ്പീക്കർ സിസ്റ്റത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല നല്ല പ്രൊഡക്റ്റുകളും വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. ദ വേൾഡ് ഓഫ് ഇലക്ട്രോണിക്സിന് ഇവിടെ ജസ്റ്റ് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. സ്നേഹപൂർവ്വം സുധി അഞ്ചൽ.